ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമേജ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഇൻ ഡീപ്പ് ലേണിംഗ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ ശരിക്കും ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അത് ഏത് കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണ്, അല്ലെ അതിനൊരു ലേബൽ അസൈൻ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതിനാണ് ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മോഡല് ഈ ഒരു ഇമേജിനെ ഒരു ഓൺലി വൺ ഇമേജ് ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ഔട്ട്പുട്ട് ഏത് ക്ലാസ് ആണെന്നുള്ളത് തരുന്നു. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ക്യാറ്റിൻ്റെ ഇമേജ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കത് ഔട്ട്പുട്ടായിട്ട് അത് ഒരു ക്യാറ്റിൻ്റെ ഇമേജ് ആണെന്നുള്ളൊരു ഔട്ട്പുട്ട് ലഭിക്കുന്നു. അതായത് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗറി അല്ലെങ്കിൽ അതൊരു ലേബലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഇതിനാണ് ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഇമേജിൻ്റെ പാറ്റേൺസ്, എഡ്ജസ്, ഷേപ്സ്, ഒബ്ജക്ട്സ് ഒക്കെ ഇതിൽ നിന്നും ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് റോ പിക്സൽസിൽ നിന്നും ഫീച്ചേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിന് ഏർലി ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, ദെൻ ഡീപ്പ് ലെയേഴ്സ് ഉണ്ട്. ഏർലി ലെയേഴ്സിൽ എഡ്ജസും കോർണേഴ്സും ഒക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ മിഡിൽ ലെയേഴ്സിൽ ടെക്സ്റ്റേഴ്സും ഷേപ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ ഡീപ്പ് ലെയേഴ്സിൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഫൈനൽ ഒരു ലെയറായ സോഫ്റ്റ്മാക്സ് ലെയറിൽ നിന്നാണ് നമുക്ക് ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പ്രോബബിലിറ്റി ലഭിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ, CNN വർക്ക് ഫ്ലോ ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് ഇമേജ് നമ്മൾ കൊടുക്കുന്നു. അത് ഫസ്റ്റ് ലെയറായ കൺവല്യൂഷണൽ ലെയറിലൂടെ കടന്നു പോകും. അതിൽ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ കേർണൽസ് എന്ന് പറയുന്ന ലെയർ ഈ ഇമേജിലൂടെ കടന്നു പോകും. ഇതിലെ സ്പെസിഫിക് ഫീച്ചേഴ്സിനെ, അതായത് എഡ്ജസ്, കോർണേഴ്സ്, കളേഴ്സ്, ടെക്സ്റ്റേഴ്സ് ഒക്കെ ഇത് ഫിൽട്ടർ ചെയ്യും. ദെൻ പൂളിംഗ് ലെയേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഡിറ്റക്ട് ചെയ്ത ഈ ഫീച്ചേഴ്സിനെയൊക്കെ എക്സ്ട്രാക്ഷൻ നടക്കും. അതായത് സൈസ് റെഡ്യൂസ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകും. ദെൻ ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ് അല്ലെങ്കിൽ ഡെൻസ് ലെയേഴ്സ് എന്ന് പറയും. ഇതിലേക്ക് വരുമ്പോൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഈ ഫീച്ചേഴ്സിനെല്ലാം കമ്പൈൻ ചെയ്ത് ഫൈനൽ ഒരു പ്രഡിക്ഷൻ നമുക്ക് തരും. ദെൻ ഒരു ഫൈനൽ ലെയറായ സോഫ്റ്റ്മാക്സ് ലെയറിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട്, അതായത് ക്യാറ്റിൻ്റെ ആ ഇമേജിലുള്ളത് ക്യാറ്റ് ആകാൻ സാധ്യതയുള്ള ഒരു 95% ചാൻസ് ഉണ്ട്, അല്ല ഡോഗ് ആകാൻ ചാൻസ് 5% ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രോബബിലിറ്റീസ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യും. ദെൻ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്ന ആർഗ്യുമാക്സ് യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ പ്രോബബിലിറ്റി ഉള്ള കാറ്റഗറിയെ തിരഞ്ഞെടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡോഗിൻ്റെ പിക്ചർ ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് പ്രോബബിലിറ്റീസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഡോഗ് 95%, ക്യാറ്റ് 3%, ഹോസ്റ്റ് 2%. ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റി ലഭിക്കും. അതിൽ നിന്നും ഫൈനലായിട്ട് നമുക്ക് ഡോഗ് ആണ് ഇത് ഇമേജ് എന്നുള്ള ഫൈനൽ പ്രെഡിക്ഷൻ നമുക്ക് ലഭിക്കും. ഇതിൽ കോമൺ യൂസ് ചെയ്യുന്ന കുറച്ച് ആർക്കിടെക്ചേഴ്സ് ആണ് അലക്സ് നെറ്റ്, BGG നെറ്റ്, റെസ്റ്റ് നെറ്റ്, എഫിഷ്യൻ നെറ്റ്. ദെൻ ഇതിൻ്റെ ട്രെയിനിങ് ഡേറ്റാസ് ഇതിന് നമുക്ക് വേണ്ടിയത് ഇമേജസ് പ്ലസ് അതിൻ്റെ ലേബൽസ് കൂടിയുള്ള കുറേ ഇമേജസ് ആണ് നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ് ഡേറ്റ ആയിട്ട് വേണ്ടിയത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് മെഡിക്കൽ ഇമേജിങ്, സെൻറ്റിമെൻറ്റ് ഡിറ്റക്ഷൻ, then face recognition, product categorization, satellite image analysis and animal plant species recognition ഇതിലൊക്കെയാണ് വരുന്നത്. ദെൻ നമ്മൾ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനിലേക്ക് വരുന്നു. ഇതിൽ ഇമേജ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒബ്ജക്റ്റ് ഡിറ്റക്ഷനിൽ ഒരു ഒബ്ജക്റ്റിനെ മാത്രമല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഇമേജിൽ അല്ല ഒരു ഇൻപുട്ടിൽ എത്ര ഒബ്ജക്ട്സുകളുണ്ടോ ആ ഒബ്ജക്ട്സുകൾ എല്ലാം തരുന്നു. അതുപോലെ അതിൻ്റെ കോർഡിനേറ്റ്സും കൂടി ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലാസ് ലേബൽസ് പ്ലസ് ബൗണ്ടിങ് ബോക്സ് അഥവാ കോർഡിനേറ്റ്സും കൂടെ നമുക്ക് ഔട്ട്പുട്ട് തരുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഇതിനെ ക്ലാസിഫിക്കേഷൻ പ്ലസ് ലോക്കലൈസേഷൻ എന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഒബ്ജക്ട് ആൻഡ് ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേർ ഈസ് ദി ഒബ്ജക്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രീറ്റിൻ്റെ ഇമേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ആ ഒരു ഇമേജിൽ കാർസ് കാണും, പെഡസ്ട്രിയൻസ് കാണും, ട്രാഫിക് ലൈറ്റ്സ് കാണും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ആ ഇമേജിൽ ഉണ്ടെന്നുള്ളതും ഈ മൂന്ന് കാര്യങ്ങളുടെയും കോർഡിനേറ്റ്സ്, അതായത് XY കോർഡിനേറ്റ്സ് പ്ലസ് ഹൈറ്റ്, വിഡ്ത്ത് വാല്യൂസ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡീപ്പ് ലേണിംഗിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് ഇമേജ്, ഈ സ്ട്രീറ്റിൻ്റെ ഇമേജ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് CNN യൂസ് ചെയ്തുകൊണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ഷൻ നടക്കുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പിൽ റീജിയൻ പ്രപ്പോസൽസ് ഓർ ഗ്രിഡ് ഡിവിഷൻ ആണ് നടക്കുന്നത്. ഇതിന് 2 മേജർ അപ്രോച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് 2 സ്റ്റേജ് ഡിറ്റക്ടേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ജനറേറ്റ് റീജിയൻ പ്രപ്പോസൽസ്, ദെൻ ക്ലാസിഫിക്കേഷൻ നടക്കുന്നു. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് RCNN,
ഫാസ്റ്റ് RCNN ആൻഡ് ദെൻ ഫാസ്റ്റർ RCNN. ദെൻ അടുത്തൊരു അപ്രോച്ചാണ് വൺ സ്റ്റേജ് ഡിറ്റക്ടേഴ്സ്. ഇതിൽ ഡയറക്ട്ലി ബൗണ്ടിങ് ബോക്സസും ക്ലാസസും പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് YOLO, ദെൻ SSD, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബൗണ്ടിങ് ബോക്സ് റിഗ്രഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ വരുന്ന നമുക്കിപ്പോൾ കിട്ടിയ ഒരു ബോക്സസ്, അത് ഈ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ട ഈ ബോക്സസ് ചിലപ്പോൾ ഗ്രൗണ്ട് ട്രൂത്തിൽ നിന്നും വളരെ അടുത്തായിരിക്കില്ല. അതിനെ കുറച്ച് ഫൈൻ ട്യൂൺ ചെയ്ത് ഈ ഗ്രൗണ്ട് ട്രൂത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ ബൗണ്ടിങ് ബോക്സ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പല ഒബ്ജക്ട്സും അതിൻ്റെ പ്രോബബിലിറ്റീസും നമുക്ക് ലഭിക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് പോസ്റ്റ് പ്രോസസ്സിംഗ്. ഇതിൽ പല ബൗണ്ടിങ് ബോക്സസും നമുക്ക് ലഭിച്ചതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് കാണും, പിന്നെ ആക്യുറേറ്റ് അല്ലാത്ത ഡേറ്റാസ് കാണാം. അപ്പോൾ ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഓവർലാപ്പിംഗ് ബോക്സസ് കാണും. ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പോസ്റ്റ് പ്രോസസ്സിംഗ്. ദെൻ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു ക്ലാസ് ലേബൽസ് ലഭിക്കുന്നു, അതിൻ്റെ ബൗണ്ടിങ് ബോക്സ് കോർഡിനേറ്റ്സ് ലഭിക്കുന്നു, കോൺഫിഡൻസ് സ്കോർ ലഭിക്കുന്നു. ദെൻ ഇതിനെ ഇത്തരത്തിലുള്ള മോഡൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് അനോട്ടേറ്റഡ് ഇമേജസ് വിത്ത് ബൗണ്ടിങ് ബോക്സസ് പ്ലസ് ലേബൽസ്, അതുപോലെ ലോസ് ഫങ്ഷൻസ്, അതായത് ക്ലാസിഫിക്കേഷൻ ലോസ് പ്ലസ് ലോക്കലൈസേഷൻ ലോസ്, ഇതും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ആപ്ലിക്കേഷൻസ് വരുന്നത് സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഫേസ് ആൻഡ് പേഴ്സൺ ഡിറ്റക്ഷൻ ഇൻ സെക്യൂരിറ്റി സിസ്റ്റംസ്, റീറ്റെയിൽ, മെഡിക്കൽ ഇമേജിംഗ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻ ദ ഇമേജ്, ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആൻഡ് വേർ ആർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഇമേജ്. ദെൻ ഇതിന് രണ്ടിനും തമ്മിലുള്ള കമ്പാരിസൺ പറയുവാണെങ്കിൽ, ഔട്ട്പുട്ട് ഫോക്കസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇമേജ് ക്ലാസിഫിക്കേഷനിൽ സിംഗിൾ ലേബൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിരിക്കും ഔട്ട്പുട്ട്, എന്നാൽ ഒബ്ജക്ട് ഡിറ്റക്ഷനിൽ ലേബൽസ് പ്ലസ് ബൗണ്ടിങ് ബോക്സസ് ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി ഫോക്കസിനെ നോക്കുവാണെങ്കിൽ ഇമേജ് ക്ലാസിഫിക്കേഷനിൽ ഹോൾ ഇമേജ് ആയിരിക്കും ഫോക്കസ്, ഒബ്ജക്ട് ഡിറ്റക്ഷനിൽ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് പ്ലസ് ലോക്കലൈസേഷൻ ആയിരിക്കും ഫോക്കസ്. ദെൻ യൂസ് കേസസ് വരുന്നത് ഫസ്റ്റ് ഇമേജ് ക്ലാസിഫിക്കേഷനിൽ മെഡിക്കൽ സ്കാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആൻഡ് ഒബ്ജക്ട് ഡിറ്റക്ഷനിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആൻഡ് CCTV മോണിറ്ററിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. താങ്ക് യു.